ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഡെലിവറി ഞങ്ങളൊക്കെ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പം ഞങ്ങൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും കമൻറ്റിലാണെന്നുണ്ടെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അതന്നെ ഞാൻ പറഞ്ഞ് കമൻറ്റിലും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുട്ടീൻ്റെ 28 കഴിഞ്ഞില്ലേ, കുട്ടീൻ്റെ 40 കഴിഞ്ഞില്ലേ, കുട്ടീൻ്റെ 56 കഴിഞ്ഞില്ലേ, ഇങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഒന്നാമത് പുറത്ത് പോകുന്ന ടൈമിൽ വരുന്നതാണ്. 28 അങ്ങനെ കൂടുതലായിട്ട് ഇന്നടക്കം അങ്ങനെ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് ചിങ്കുവിൻ്റെ ഒരു ഫംഗ്ഷൻ അങ്ങനെ ഒരു രീതിയിലൊന്നും പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടുമില്ല വീഡിയോയിലോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിങ്കുവിൻ്റെ ഫംഗ്ഷൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫൈനലി ഞങ്ങളിങ്ങനെ കുറേ ആലോചിച്ച് ചിങ്കുവിൻ്റെ ഫംഗ്ഷൻ വെക്കാൻ തീരുമാനിച്ചു. നേരത്തെ വെക്കണോ വൈകിട്ട് വെക്കണോ? അതായത് ഞങ്ങൾ ഫംഗ്ഷൻ വെക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ഡെലിവറിക്ക് മുന്നേ ഉള്ളൊരു തീരുമാനം തന്നെയാണ്. പക്ഷെ അത് എപ്പോൾ വെക്കണം എന്നൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു അല്ലേ. അപ്പം ഞങ്ങൾ ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചു ചിങ്കുവിൻ്റെ ഫംഗ്ഷൻ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ എന്ത് ഫംഗ്ഷനാണ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഇപ്പം നോർമലി ഞങ്ങൾ 28, 40 അങ്ങനെയൊന്നും ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചല്ലോ. ഞങ്ങൾ വിചാരിച്ചത് അതായത് ചിങ്കുവിൻ്റെ ഫേസ് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ നെയിം കാര്യങ്ങൾ ഇതുവരെ ആർക്കും അറിയില്ല അല്ലേ. എന്താണ് നെയിം കാര്യങ്ങൾ ആർക്കും അറിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചിങ്കുടൊന്നും, പക്ഷെ ഒറിജിനൽ ആർക്കും അറിയില്ല, ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാലും നെയിമിങ് സെറമണി പോലെ ഒരു ഫംഗ്ഷൻ വെക്കാന്നല്ലോ. അപ്പൊ ചിങ്കുവിന്റെ നെയിമിങ് സെറമണിയാണ് 28 നൂലുകെട്ട്. നെയിമിങ് സെറമണി പോലെയാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയട്ടെ ഗൈസ്. അപ്പോൾ എപ്പോഴാണ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് December 23, അതായത് ഈ മാസം 2 ദിവസം കഴിഞ്ഞായി. ഇതിപ്പോ ഇടുന്നത് 21-ന്, അതായത് ഇന്ന് തന്നെ മറ്റന്നാൾ, ഇന്ന് തന്നെ ഈ വീഡിയോ വരും. അപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഫംഗ്ഷൻ. ഞങ്ങൾക്ക് എന്താ ലേറ്റ് ആയിന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചിങ്കുടും ഉള്ളത് കൊണ്ട് തന്നെ വാവിച്ചിക്കാണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റും ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നേരത്തെ ഇടാൻ പറ്റാതിരുന്നത്. ഞങ്ങൾ അതുപോലെ ഒരുപാട് ഗ്രാൻഡ് ആയിട്ടൊന്നും നടത്തുന്നില്ല, ചെറുതായിട്ട് നടത്തുന്നുള്ളൂ. കുറച്ച് പേരിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ഞങ്ങൾ വീട്ടിൽ വെച്ച് നടത്താമെന്നാണ്. പക്ഷേ അപ്പം ഞങ്ങൾ വീട്ടിൽ വേണ്ടെന്ന് വെച്ചിട്ട് ഹാളിൽ വെച്ചിട്ട് തന്നെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് തന്നെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഹാളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. പ്ലേസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ചിങ്കുവിൻ്റെ ഉണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണി. ഒന്നാമത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വീട്ടിൽ കുറെ പണി വരും. അപ്പൊ അതൊക്കെ കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. 23 ഇതിന് തൊട്ട് കുറച്ച് മുന്നേ നടക്കാന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ടൈമും ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങൾക്കത് പോരാ. പിന്നെ അതുമാത്രമല്ല, ഒന്നാമത് ഈ ഡിസംബർ ഇപ്പൊ ഒരു എന്താ പറയാ കല്യാണ സീസൺ ആണല്ലോ. കല്യാണ സീസണും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് അതുപോലെ തന്നെ മണ്ഡപം, സ്റ്റുഡിയോ, അതായത് എല്ലാവർക്കും ടോട്ടലായിട്ട് എല്ലാവർക്കും തിരക്ക്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഒരു കറക്റ്റ് ഒരു ഡേറ്റ് നോക്കി ഹാള് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇനിയും കുറച്ചുകൂടെ സെറ്റ് ആവുന്നുണ്ടല്ലോ. ഒറ്റ ദിവസം ഗ്യാപ്പുള്ളൂ കിടക്കുന്നു. പക്ഷെ ഇനിയിപ്പോ ഒരു ദിവസം കൊണ്ട് ഇന്നും നാളെ ആയിട്ട് എല്ലാം ചെയ്ത് തീർക്കണം. അത്രയുള്ള സമയം. പിന്നെ ഇപ്പോഴും കോസ്റ്റ്യൂം സ്റ്റിച്ച് ഒന്നും ചെയ്ത് കിട്ടിയിട്ടില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാല് വൈകി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മുതൽ വായിച്ചെടുത്ത് പറഞ്ഞു വായിച്ചുണ്ടായിരുന്നു. കാരണം എന്ത് സംഭവം വെച്ചാൽ ഞാൻ വായിച്ചിട്ട് ഫസ്റ്റ് പറഞ്ഞു വാവേ ഫസ്റ്റ് നേരത്തെ കൊടുക്കണം, കാരണം കോസ്റ്റ്യൂം കിട്ടണം. ഞാൻ പറയട്ടെ, കോസ്റ്റ്യൂമിന്റെ സംഭവം അതായത് ബേബി പറഞ്ഞു സ്റ്റിച്ച് ചെയ്താൽ പോരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബേബി ഇന്ന് സമയമില്ല, അപ്പൊ നമുക്ക് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി പർച്ചേസ് ചെയ്യാൻ പോയിട്ട് ഒന്നും എടുത്തില്ല. പോയി അത്രയും നേരം കറങ്ങി വന്നു. കറങ്ങി വെറുതെ ചുറ്റില്ല, ഡ്രസ്സ് ഷോപ്പിൽ തന്നെ മാക്സിമം ചുറ്റി. വായിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. അതായത് ഞങ്ങൾ കുറച്ച് വെറൈറ്റി നോക്കി, പക്ഷെ അവിടെ ഇത് ഉണ്ടായിരുന്നില്ല. നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും ചിങ്ങടൂനിയും അതുപോലെ തന്നെ ബേബിക്കും സെയിം ആയിട്ട് കിട്ടണം. പക്ഷെ എനിക്ക് എടുത്തപ്പോൾ തന്നെ എനിക്ക് എന്തൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല അല്ലേ. അപ്പം ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് ഞാൻ പക്ഷേ ഫസ്റ്റ് എനിക്കൊരു താല്പര്യം പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്നായിരുന്നു.
എന്നിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അപ്പം അത് ഇന്നൊക്കെ ആയിട്ട് ഇന്നോ നാളെയൊക്കെ ആയിട്ട് എത്തും. അതിൻ്റെ ഒരു കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല guys. കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് മാത്രം അല്ല നാളെ മാത്രം ഗ്യാപ്പുള്ളൂ. ഗ്യാപ്പുള്ളൂ. ഇപ്പൊ വന്നിട്ട് അത് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഷേപ്പ് ആക്കാൻ കൊടുക്കണം, അങ്ങനെയൊക്കെ അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മാത്രം ഒരു ഇത് നിൽക്കുന്നത്, കാരണം കോസ്റ്റ്യൂം മെയിൻ ആണല്ലോ. അപ്പം അത് മാത്രം നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ ബേബിക്കും എടുത്തിട്ടില്ല. ഭാവിച്ചിൻ്റെ വന്നാലാണ് എനിക്കത് നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതും ഈ ഒരു മെയിൻ ആയിട്ടുള്ള കോസ്റ്റ്യൂമാണല്ലോ നമുക്ക് ആ ദിവസം വരുന്ന മെയിൻ സംഭവമാണല്ലോ. അപ്പോൾ അത് മാത്രം ഒരു പെൻഡിങ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിങ്കുവിൻ്റെ നെയിമിങ് സെറമണിയാണ് ഈ മാസം 23-ാം തീയതി. അപ്പോൾ എന്തായാലും അടിപൊളിയാക്കണമെന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് വരട്ടല്ലോ. അവ വരണം. പിന്നെ എന്തോ പറയാൻ വന്നു ഗൈസ്, ഭാവിച്ച് എന്നും ഇങ്ങനെയാണ്. പിന്നെ എന്നിട്ട് പ്രശ്നം ആലോചിച്ചിട്ട് ക്രാഡ് ഇപ്പൊ കുറച്ച് ഫംഗ്ഷൻ പേരുകളൊക്കെ വന്നിട്ടുണ്ട്. ക്രാഡിൽ സെറമണി, അതുപോലെ തന്നെ നെയിമിംഗ് സെറമണി, അങ്ങനെ കുറച്ച് ഞങ്ങളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയ ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവ പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ള കുറെ പേരിട്ടാ എല്ലാരും ഒരുപാട് ആക്കുമ്പോ, അതായത് ചേച്ചി 28 തന്നെ ആയിരിക്കും നടത്തുക. 28. അതെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇനി ഇവരടുത്ത് ഗുരുവായൂർ പോകും, പിന്നെ ചോറ് കൊടുക്കും, അങ്ങനെ എന്തൊക്കെയോ കൊണ്ടൊരു ഞങ്ങളിട്ടൊരു വ്യക്തിയുടെ കമന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്റെ ഇതിലാണെന്നുണ്ടെങ്കിലും ബേബിന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് എടുത്തെടുത്തിട്ട് പറയാനൊരു ഇതാണ്. പക്ഷെ ഞങ്ങളുടെ ഇതില് ഞങ്ങളായിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളായിട്ട് പറഞ്ഞ പോലെ തന്നെ. ബേബിന്റെ ഇതില് അങ്ങനെ അതെ, വാവിച്ചിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് വാവിച്ചിൻ്റെ ഇതിൽ എൻ്റെ ഒരു സൈഡിൽ പോലെ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിട്ട് ഇന്നത് നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അത് ഞങ്ങൾ നടത്തില്ലോ. പിന്നെ ഇനിയിപ്പം പേരിട്ടാൽ കൂടെ നിങ്ങളാണ് വിലയിരുത്തുന്നത്, അത് ഇന്ന റിലീജിയന്റെ പേരാണ് അല്ലെങ്കിൽ ഇന്ന. അതായത് ഇപ്പോൾ പേര് മറ്റേ റിവീൽ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നു, അതിൽ തോന്നുന്നു, അത് പലതും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നത് എന്താ ഏട്ടൻ്റെ ബേസ് ചെയ്യണോ, ഇന്നത് ചേച്ചിൻ്റെ ബേസ് ചെയ്യണോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എന്താണോ തീരുമാനം എടുക്കുന്നത് അതാണ് ഞങ്ങൾ ചെയ്യണത്. പക്ഷെ ഓരോരുത്തർ കാണുമ്പോൾ ഇത് അവളുടെ ചെയ്തിരിക്കണം, അത് ചെയ്തു ഇത് ചെയ്തു, അല്ലെങ്കിൽ ഇത് അവൻ്റെ ചെയ്തിരിക്കണം, അങ്ങനെ കൂടുതലും വേവിൻ്റെ ആ ഇത് കേട്ടിട്ടില്ല, കൂടുതലും എന്നെയാണ് പറയുന്നത് കേട്ടിരിക്കണം. അത് അങ്ങനെ ആക്കി തീർക്കരുത്. എന്താ ചെയ്യാ, ഞങ്ങൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ പറയുമ്പോഴേക്കും ഞങ്ങളെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളായിട്ട് തീരുമാനം എടുക്കുന്നു, ഞങ്ങളായിട്ട് ചെയ്യണു. ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ടൈം അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഫംഗ്ഷൻ എല്ലാവരും വരേണ്ട ഒരു ഇതായതുകൊണ്ട് ഒരു ടൈം കൊടുക്കും. ഫംഗ്ഷൻ ഒരു സമയം കൊടുത്തു എന്ന് മാത്രം, അല്ലാണ്ട് വേറെ ടൈമിങ് അങ്ങനെയൊന്നുമില്ല അല്ലോ. അവ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ആണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും ഫംഗ്ഷന് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ചിങ്കുവിൻ്റെ നെയിം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഫംഗ്ഷൻ്റെ ദിവസം റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനിയിപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓരോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരും. അപ്പോൾ ഗൈസ് വീഡിയോ വേണ്ടി ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള കാണുന്നതായിരിക്കും. ബൈ.